ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്. ഇന്ന് ആക്ച്വലി ഓണം അല്ല, പക്ഷെ ഞാൻ ഓണത്തിനോട് ഉണ്ടാവില്ല. എനിക്ക് ആലപ്പുഴയിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഓണം ഒന്ന് പ്രീപോൺ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് പ്രമാണിച്ച് എല്ലാവരും കേരള ഡ്രസ്സ് സെറ്റ്, സാരി സെറ്റ്, മുണ്ട്, പട്ടുപാവാട, മുണ്ട്, ഷർട്ട് എന്നീ ഡ്രസ്സുകൾ ഇട്ടിട്ട് എല്ലാവരും വന്നു. ചെറിയച്ഛൻ, ചെറിയമ്മ, ആൻറ്റി, അച്ഛൻ, അച്ഛമ്മ, ശിവാനി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, പൂക്കളൊക്കെ ഇട്ടു. എന്നിട്ട് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ചിട്ട് പായസമൊക്കെ കഴിച്ചിട്ട് അതിന്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. സോ ഞങ്ങളിപ്പോ പുറത്ത് ഇപ്പോഴാണെങ്കിൽ നല്ല മഴയും പുറത്ത്. നമ്മൾ കുറച്ച് ഗെയിംസ് എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വിചാരിച്ചാണ്, പക്ഷെ ഇത് മഴയൊക്കെ ആയി പിന്നെ പായസത്തിന്റെ ഹാങ് ഓവർ ആയതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. യെസ് യെസ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ? നമ്മൾ പൂക്കളമൊക്കെ ഇട്ടു. ഇതാണ് നമ്മുടെ പൂക്കളം. നല്ല മഴയാണ് പുറത്ത്. നല്ല മഴയില്ല, ചെറിയ മഴ. ഓക്കെ, ഞാനും അമ്മയും സെയിം കളർ, അച്ഛനും അനുവും സെയിം അല്ലേ? പ്രതീക്ഷിക്കാൻ തന്നെ നമ്മള് അങ്ങനെ പറഞ്ഞിട്ടതല്ല, പക്ഷെ സെയിം ആയി. യെസ്. അപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, എന്നെ പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ പറയണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഫേവറേറ്റ് കളർ, എന്റെ ഫേവറേറ്റ് അച്ഛനാണോ അമ്മയാണോ ആരാണ് കറക്റ്റ് പറയാൻ. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. അതായത് ആൻസർ അറിയണമെങ്കിൽ കൈ പൊക്കണം. ഫസ്റ്റ് കൈ പൊക്കണ ആൾക്ക് ഫസ്റ്റ് ചാൻസിൽ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ആൾക്ക് ആൻസർ പറഞ്ഞാലും പോയിന്റ് കിട്ടില്ല. ഓക്കെ ഓക്കെ. അനു വേണ്ട, അച്ഛനും അമ്മയും കൂടിയുള്ള കോമ്പറ്റീഷൻ ട്ടാ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴും കടയിൽ പോയി കഴിഞ്ഞാൽ അവസാനം ഞാൻ ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ അത് എന്ത് കളറാണ് ആവാറ്? ആൻസർ അറിയണമെങ്കിൽ വേഗം കൈ വെക്കണം. രണ്ടുപേർക്കും അറിയില്ലേ? എന്നാലും ഗസ് ചെയ്യ്. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഇതിന്റെ കളറൊന്നും ഉണ്ടാവില്ല, പക്ഷെ എടുത്ത് വരുമ്പോൾ എനിക്ക് കൂടുതൽ ആ കളറാണ് ഉണ്ടാവുക. ബ്ലാക്ക്. യെസ്, അമ്മ കറക്റ്റ്. ബ്ലാക്ക്. എടുത്ത് വരുമ്പോൾ എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടിട്ട് ബ്ലാക്ക് എടുക്കും. അപ്പൊ അമ്മയ്ക്ക് ഒരു പോയിന്റ്. അമ്മ കയ്യിൽ പോയിന്റ് നോട്ട് ചെയ്തോ. ഇനി എന്റെ ഫേവറേറ്റ് ഫുഡ്, അതില് അൽഫാം അല്ല. ശരി, അൽഫാം അങ്ങനെ കറക്റ്റ് പറയണം. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? അൽഫാം കുറച്ച് അരമാർക്ക് തരാം. മന്തി കറക്റ്റ് ആണ്. മന്തി ഉണ്ട്. പിന്നെ വേറെ ആർക്കെങ്കിലും ഒന്നും പറയാനില്ല. പക്ഷെ നീ അല്ല പറയേണ്ടത്. ഫ്രൈഡ് റൈസ് അല്ല എന്റെ ഫേവറേറ്റ് ഫുഡ്. ബിരിയാണി, മന്തിയും. അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അമ്മക്ക് 2 പോയിന്റ്. ഇല്ല, പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഒരു മിനിറ്റ്. ഇനി നെക്സ്റ്റ്, എനിക്ക് ഫ്രീ ടൈമിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. ഫോണിൽ കുത്തി ചാർജിങ് കളഞ്ഞിരിക്കുക. ബിഗ് ബോസ് രാത്രി. ബിഗ് ബോസ് ഒന്നും ഞാൻ കാണാറില്ല. ഫോൺ വ്ളോഗ് എടുക്കുക. ഫോൺ കുത്തല്. ഇതെന്തൊരു കഷ്ടാണ്. ഇതല്ല ക്വസ്റ്റ്യൻ. ഇതല്ല, അത് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു 5 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു മിനിറ്റ്. എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ഫേവറേറ്റ് സൺഡേ ബട്ടർ സ്കോച്ച്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബ്ലൂബെറി. എനിക്ക് ഇഷ്ടമല്ല. ബ്ലാക്ക് കറന്റ് സൺഡേ. ബ്ലാക്ക് കറന്റ് ഇഷ്ടമാണ്. അതിപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയല്ലോ. പിസ്തയാണ് എനിക്ക് ഇഷ്ടം ഇപ്പൊ. പക്ഷെ അത് അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മളെപ്പോഴും ബട്ടർ സ്കോച്ച് ആണ് വാങ്ങണത്. അതുകൊണ്ട് അച്ഛന് ഒരു പോയിന്റ് കൊടുക്കാം അല്ലേ? അമ്മയ്ക്ക് 2, അച്ഛനും 1. അമ്മയ്ക്ക് 3. അമ്മയ്ക്ക് 3. നീ ഇല്ലേ കളിക്ക്. അമ്മയ്ക്ക് 3, അച്ഛന് 1. ഇനി എന്താണ്, എനിക്ക് ഇൻസ്റ്റഗ്രാം ആണോ ഉപയോഗിക്കാൻ കൂടുതൽ ഇഷ്ടം, യൂട്യൂബ് ആണോ കൂടുതൽ ഇഷ്ടം ഇപ്പൊ? ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ്. എനിക്ക് യൂട്യൂബാണ് ഇഷ്ടം. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ എനിക്ക് യൂട്യൂബാണ് ഇഷ്ടം. പിന്നെ ഇല്ല, കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഓക്കെ, ഇത് നെക്സ്റ്റ് അറിയണ ആൻസർ ആണ്. അത് വേഗം ആര് പറയണമെന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കും. അത് ആരാദ്യം പറയും. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നീ പറയരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അനുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേഗം പറഞ്ഞു. ആരാദ്യം പറഞ്ഞ ആൾക്ക് പോയിന്റ്. 13th December 2003. അതെ, അച്ഛന് 2 പോയിന്റ്, അമ്മയ്ക്ക് 3 പോയിന്റ്. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ കാറിൽ യാത്ര ചെയ്യാനാണോ 2 വീലറിൽ യാത്ര ചെയ്യാനാണോ യെസ് അത് അച്ഛൻ ആദ്യം പറഞ്ഞു അതുകൊണ്ട് 3-3 ആയിട്ട് അപ്പൊ നിങ്ങൾ 3-3 പറ്റില്ല അടുത്തത് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് വേഗം പറയണം പൈനാപ്പിൾ അല്ല എന്റെ പൈനാപ്പിൾ ഇഷ്ടമാണ് പക്ഷെ പൈനാപ്പിൾ അല്ല എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് അറിയില്ലേ പൈനാപ്പിൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ല പൈനാപ്പിൾ ഇഷ്ടമാണ് പഴമല്ല അത് പഴം ഗതികോട് കൊണ്ട് കഴിക്കുന്നതാ ആപ്പിൾ ഒന്നും അല്ല ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് എപ്പോഴും കിട്ടില്ല പക്ഷെ കിട്ടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ട എന്താണ് ഈ ലോകത്തെ എല്ലാ ഫ്രൂട്ട്സും പറഞ്ഞ അതൊഴിച്ചിട്ട് ഇനി ഒരു ചാൻസേ ഉള്ളൂ വേഗം പറഞ്ഞോ ഫേവറേറ്റ് ഫ്രൂട്ട് നമുക്ക് ഒരു കിട്ടുന്ന സാധനമാണ് മാങ്ങ യെസ് മാങ്ങയാണ് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് മാങ്ങ എന്റെ ജീവനാണ് അമ്മ 4 അച്ഛൻ 3 ഇനി ഒരു മിനിറ്റ് ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം